അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അതിൽ പലതും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത 4 നഷ്ടങ്ങളാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പൊരു പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും അടുത്ത 4 ആളുകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അതായത് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയത്. അതിൽ ആദ്യമായി ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞത് ഞങ്ങളുടെ ഉമ്മാന്റെ ഉമ്മ വല്യുമ്മയായിരുന്നു. 2024 ഒക്ടോബർ മാസം 17-ാം തീയതിയായിരുന്നു മഹദി അവർകൾ ഞങ്ങളെ വിട്ടുപോയത്. അല്ലാഹു തആല അവിടുത്തെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ മഹദി അവറുകളുടെ, അതായത് ഞങ്ങളുടെ വല്യമ്മയുടെ ആ മരണത്തിന്റെ ആഘാതം, ആ സങ്കടം ഞങ്ങളിൽ നിന്നും വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ 8 മാസങ്ങൾക്കിപ്പുറം 2025 ജൂലൈ മാസം 1-ാം തീയതി ഉമ്മാന്റെ വാപ്പ, അതായത് ഞങ്ങളുടെ വല്യപ്പ സയ്യിദ് MS ആറ്റക്കോയ തങ്ങളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അല്ലാഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളോടൊപ്പം നമ്മെ എല്ലാവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനവറുകളുടെ വഫാത്ത് എന്ന് പറയുന്നത് കുടുംബക്കാരായ പേരമക്കളായ ഞങ്ങളെക്കാളും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടുകാരെ ആയിരിക്കുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അതായത് ഞങ്ങളുടെ വല്യപ്പയുടെ വീട് എന്ന് പറയുന്നത് അതൊരു അഭയ കേന്ദ്രമായിരുന്നു. രോഗശമനത്തിനുള്ള, പ്രശ്നപരിഹാരത്തിനുള്ള ഒരു അഭയ കേന്ദ്രമായിരുന്നു. രോഗവുമായി ആളുകൾ വരുന്നവർക്ക് അവിടെ ശാന്തിയായിരുന്നു. പ്രശ്നങ്ങളുമായി വരുന്ന ആളുകൾക്ക് അവിടെ ഒരു പരിഹാരമായിരുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ ആളുകൾക്കുമുള്ള ജാതി മതഭേദമില്ലാതെ അവിടെ ഒരു ശമന കേന്ദ്രമായിരുന്നു ഉപ്പാപ്പയുടെ വീട് എന്ന് പറയുന്നത്. വല്യമ്മ മരണപ്പെടുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ദിക്ർ പരിപാടിയിലും ഒക്കെ സംബന്ധിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വല്യപ്പയുടെ മരണസമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, വെറും ആഴ്ച കഴിയുമ്പോഴത്തേനും എന്നെ അള്ളാഹു തആല നാട്ടിലേക്ക് എത്തിക്കുകയും ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ആ വല്യപ്പയുടെ മരണത്തിന്റെ ആഘാതം, ആ സങ്കടം ഞങ്ങളിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഏറ്റവും സങ്കടപ്പെട്ടു പോയ ഞങ്ങളുടെ വല്യമ്മ, ഞങ്ങളുടെ വാപ്പാന്റെ ഉമ്മ സയ്യിദത്ത് ബീബി നഫീസ എന്നവരും ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയി. 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതിയായിരുന്നു മഹദി അവറുകൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. അല്ലാഹു തആല മഹദി അവറുകളുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ മഹദിയുടെ ഖബറിലേക്ക് അല്ലാഹു തആല നേരം പോക്കാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വല്യമ്മയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒരുപാട് എന്ന് പറയുമ്പോൾ സാധാരണ മാതാപിതാക്കൾക്കാണ് മക്കളെ പോറ്റി വളർത്താനുള്ള പ്രയാസമുണ്ടാവുക. എന്നാൽ ഞങ്ങളെ പോറ്റി വളർത്താൻ ഞങ്ങളെ മാതാപിതാക്കളെക്കാളും ഏറ്റവും കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വല്യമ്മ തന്നെയാണ്. ഇതാർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനേക്കാൾ എത്രയോ ഏറെ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഈ വല്യമ്മ തന്നെയായിരുന്നു. വല്യമ്മ എന്ന് പറയുമ്പോൾ ഈ ഉപ്പാപ്പയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് രോഗശമനത്തിനുള്ള ഒരു ശാന്തി ഗേഹമായിരുന്നു. പ്രശ്നപരിഹാരത്തിനല്ലെങ്കിലും രോഗശമനത്തിനുള്ള ഒരു ഗേഹമായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത്. ആളുകൾ അസുഖം വന്നാൽ വെള്ളം മന്ത്രിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ചരട് മന്ത്രിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും അസുഖമുള്ള ആളുകളെ മന്ത്രിപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾ വല്യമ്മയെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് തിന്നാൻ കിട്ടുമായിരുന്നു. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ തന്നെ 8ഉം 10ഉം വയസ്സുമൊക്കെയുള്ള ആ സമയത്ത് തന്നെ ഞങ്ങൾക്കുള്ള ഓർമ്മ ഇന്നും ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വല്യമ്മ പുറത്തെവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. ദൂരെ നിന്ന് തന്നെ നടന്നു വരുന്നത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കാണാമായിരിക്കും. ആ സമയത്ത് ചെരുപ്പിടാതെ ഞാനോ നീയോ എന്നും വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നും ഓടിപ്പോവാണ് വല്യമ്മയുടെ അടുത്തേക്ക്. കാരണം എന്താ അറിയോ? മടിക്കുത്തിൽ ഞങ്ങൾക്കുള്ള ചോക്ലേറ്റ് ഉണ്ടാകുമായിരുന്നു. ആ ചോക്ലേറ്റ് ഇല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ കാണാൻ വേണ്ടി വല്യമ്മ പുറത്തുനിന്നും വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് അത്രയും ഉറപ്പാണ്. അവസാന സമയമാകുന്ന സമയത്തൊക്കെയും വടികുത്തിയിട്ട് നടന്നു വരുന്നത് ഞങ്ങളെ കണ്ണിൽ നിന്നും കാണുകയാണ്. ആ മടിക്കുത്തിലുള്ള മിഠായി തിന്നാൻ വേണ്ടി, അല്ലെങ്കിൽ വല്യമ്മക്കാരെങ്കിലും തിന്നാൻ കൊടുത്ത സാധനങ്ങൾ അതാരും അറിയാതെ മടിക്കുത്തിൽ കുത്തിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അത്രത്തോളം ഞങ്ങൾ സ്നേഹിച്ച വല്യമ്മ. ആ
അവസാനം ഒരുപാട് കിടന്നുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. ഞങ്ങൾക്കറിയാം ദുനിയാവിൽ എന്തും ഒരു സുഖം എന്നുള്ളത് ഞങ്ങളുടെ വല്യമ്മ അനുഭവിച്ചിട്ടില്ല. വല്യമ്മയുടെ സുഖം എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷമായിരുന്നു. വല്യമ്മ നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ആരെങ്കിലും കൊടുക്കുന്ന ഡ്രസ്സുകൾ മാത്രമേ വല്യമ്മ ധരിക്കാറുള്ളായിരുന്നു. ആരെങ്കിലും കൊടുക്കുന്ന കാശ് കൊണ്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിത്തരുമായിരുന്നു. ഞങ്ങൾക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളുടെ വല്യമ്മ സാധിപ്പിച്ചു തരുമായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ ഞങ്ങളെ നോക്കിയിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിന് ഒരുപാട് മുകളിൽ ഞങ്ങളുടെ വല്യമ്മയായിരുന്നു ഞങ്ങളെ നോക്കിയിരുന്നത്. എന്നും ഓരോ കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ, ഓരോ കാര്യങ്ങളും മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ആ പഴയ കാലത്തിലേക്ക് ഇങ്ങനെ അറിയാതെ പോവുകയാണ്. അല്ലാഹുവേ, വല്യമ്മയെ നീ ബുദ്ധിമുട്ടിക്കല്ല അല്ലാ. ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, ദുനിയാവിലൊരു സുഖം എന്നുള്ളത് വല്യമ്മ കണ്ടിട്ടില്ല. പടച്ചോനെ, ആഖിറത്തിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ആ ഒരു സ്വർഗം തന്നെ നീ ഖബറാക്കി കൊടുക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ നിന്നും വെറും ഒരാഴ്ചക്കിപ്പുറം വല്യമ്മയുടെ സഹോദരൻ സയ്യിദ് സ്വാലിഹ് തങ്ങൾ മഹാനവറുകളും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. അവരും ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ച കൂട്ടത്തിലായിരുന്നു. അല്ലാഹു തആല എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ കൂടെ നമ്മെ അല്ലാഹു തആല സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നത്, നിങ്ങൾ കഴിയുമെങ്കിൽ ഓരോ ആളുകളുടെ പേരിലും ഒരു ഫാത്തിഹ എങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കണം. ആദ്യമായി ഞങ്ങളിൽ നിന്നും ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ വല്യമ്മ ഖദീജ എന്നവർ, രണ്ടാമത്തത് MS ആറ്റക്കോയത്തങ്ങൾ ഞങ്ങളുടെ വല്യപ്പ, മൂന്നാമത്തത് സയ്യിദത്ത് നഫീസ ബീവി എന്നവർ, നാലാമത്തത് സയ്യിദ് സ്വാലിഹ് തങ്ങൾ. ഈ 4 ആളുകളുടെ പേരിൽ കഴിയുമെങ്കിൽ ഒരു ഫാത്തിഹ എങ്കിലും നിങ്ങൾ ഓതി ഹദിയ ചെയ്യണമെന്ന് ഓരോ ആളുകളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. കൂടാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.